നമ്മൾ കപ്പാസിറ്ററിന്റെ പല കൺസെപ്റ്റുകളും അതുകൂടാതെ പവർ ഫാക്ടർ കറക്ഷനെ പറ്റി പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ കപ്പാസിറ്റർ എങ്ങനെ എവിടെയൊക്കെ പ്ലേസ് ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊരു ഈട്ടൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ഡോക്യുമെന്റ് ആണ്. ഞാനത് ജസ്റ്റ് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്ക് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഈ ഒരു പാർട്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഇതിന്റെ ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് ലിങ്ക്ഡിനിലൊക്കെ സെർച്ച് ചെയ്താൽ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കൺസെപ്റ്റ്സ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് കപ്പാസിറ്റർ സെലക്ട് ചെയ്യണം, എങ്ങനെയാണ് പവർ ഫാക്ടർ കറക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെല്ലാം ഞാൻ പല പല വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്ത് കാരണം ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നേരെ ഇതിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കപ്പാസിറ്റർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മിക്സ് ആയിട്ട് യൂസ് ചെയ്യണോ, അതൊക്കെയുള്ള കൺസെപ്റ്റ് ഞാൻ നേരത്തെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ യൂസ് ചെയ്താലും അതെങ്ങനെയാണ് സെലക്ട് ചെയ്യണേ എന്നുള്ളതിൻ്റെ ഒരു സമ്മറിയാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ ഓരോ മോട്ടറുകൾക്കും, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് കഴിക്കുന്ന ഓരോ മോട്ടറുകൾക്കും നമുക്ക് വേണമെങ്കിൽ കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യാം. കാരണം ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഇൻഡക്റ്റീവ് ടൈപ്പ് ലോഡ് ഓൺ ആക്കുമ്പോഴത്തേക്കും പവർ ഫാക്ടർ കുറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഈ കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ് ആണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട്, പിന്നെ ഫ്ലെക്സിബിളും ആണ്. നമുക്ക് ഈ മോട്ടർ ഓൺ ആകുമ്പോൾ അതനുസരിച്ച് അതിന് ബന്ധപ്പെട്ട കപ്പാസിറ്റർ ഓൺ ആയിട്ട് അതിന് റിയാക്റ്റീവ് പവർ കൊടുക്കും. പക്ഷെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോട്ടർ ഉണ്ടോ അത്രയും കപ്പാസിറ്റർ വെക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ബാധിക്കും. കാരണം നമുക്കൊരു ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ എല്ലാ മോട്ടറും അറ്റ് എ ടൈം വർക്ക് ചെയ്യില്ല. ഒരെണ്ണം സ്റ്റാൻഡ് ബൈ, ഒരെണ്ണം വർക്കിംഗ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യും. ഉദാഹരണത്തിന് നമ്മളൊരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഇപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി ഒരു മോട്ടോർ വർക്കിങ്ങിന് ആയിട്ട് ഉപയോഗിക്കും, ഒരെണ്ണം സ്റ്റാൻഡ് ബൈ ആയിട്ട് ഉപയോഗിക്കും. അത് ഓരോ സൈക്കിളായിട്ട് യൂസ് ചെയ്യും. അടുത്ത ഒരു മണിക്കൂർ ഇപ്പോൾ ഒരു മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ അടുത്ത മണിക്കൂർ ചിലപ്പോൾ മറ്റേ മോട്ടറായിരിക്കും വർക്ക് ചെയ്യണം, മറ്റേ സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പം അങ്ങനെയുള്ള കൺസെപ്റ്റിൽ നമ്മൾ രണ്ട് മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ രണ്ടിനും സെപ്പറേറ്റ് കപ്പാസിറ്റി വെച്ചാൽ നമുക്ക് നഷ്ടമാണ്. കാരണം ആ ഒരു കോസ്റ്റ് അതിൽ വെറുതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സാധാരണ അതിനു വേണ്ടിയാണ് നമ്മൾ കപ്പാസിറ്റർ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കപ്പാസിറ്റർ ബാങ്കിന്റെ ഗുണം എന്ന് വെച്ചാൽ അത് എക്കണോമിക്കലാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിന്റെ സ്വിച്ചിങ് പരിപാടികളൊക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ കണ്ടക്ടറും ഐ മീൻ കോണ്ടാക്ടേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഈ ഫിക്സഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനുവലി ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓട്ടോമാറ്റിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് പവർ ഫാക്ടർ കറക്ഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ വലിയ വലിയ മോട്ടറുകൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോമ്പൻസേഷനും അതുകൂടാതെ ബാക്കിയുള്ളതിന് കപ്പാസിറ്റർ പാനലും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഡിസൈനൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ ഒന്നും കൂടി അത് റീക്യാപ്പായിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അത് ഇതിൽ പറയുന്നത് കൺസിഡർ ദ പർട്ടിക്കുലർ നീഡ്സ് ഓഫ് ദ പ്ലാന്റിന്റെ ആവശ്യം എന്താണോ അതനുസരിച്ചേക്ക് നമ്മൾ കപ്പാസിറ്ററിന്റെ സെലക്ട് ചെയ്യണേ. അപ്പോൾ ലോഡ് ടൈപ്പ് നോക്കുന്നു. ഇപ്പോൾ കുറേ ലാർജ് മോട്ടർ ഉണ്ട്, 50 HP അതിന് അബവ് ആയിട്ടുള്ള മോട്ടേഴ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ അതിന് എക്കണോമിക്കലി, അതായത് നമ്മൾ സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ മോട്ടറിനും ഇൻഡിവിജ്വൽ ആയിട്ട് ഇത് കൊടുക്കുന്നതാണ് നല്ലത് കപ്പാസിറ്റർ. അപ്പോൾ മോട്ടറും ഓൺ ആകുമ്പോൾ ആ കപ്പാസിറ്റർ ഓൺ ആകും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് അത് നല്ലത്. ഇങ്ങനെ വലിയ വലിയ മോട്ടറുകളാണ് കൂടുതലുള്ളതെങ്കിൽ. ഇനി അതിന് പകരം നമ്മൾ ഈ 1/2 HP മുതൽ 25 HP വരെയൊക്കെയുള്ള കുറേ മോട്ടറുകൾ അങ്ങനെയുള്ളതാണെങ്കിൽ ഒരു സെൻട്രൽ പോയിന്റ് ഒരു കപ്പാസിറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് അത് ആവശ്യത്തിന് സ്വിച്ച് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതിനെപ്പറ്റി പുറകെ വരുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞത് മിക്സ്ഡ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ള കൺസെപ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ അകത്ത്. പിന്നെ ലോഡ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. അപ്പോൾ ഭയങ്കര വലിയ ഫെസിലിറ്റീസ് ആണ്, ഭയങ്കര ലാർജ് ലോഡ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ്. അതായത് നമ്മൾ വലിയ വലിയ മോട്ടറുകളിന് ഇൻഡിവിജ്വൽ ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്യും, ബാക്കിയുള്ള ഈ ഓട്ടോമാറ്റിക്കൽ സ്വിച്ചിങ് ഓപ്ഷൻസും കൂടി ചെയ്യുവാണ്. ചെറിയ ചെറിയ ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പണ്ട് ഞാൻ വർക്ക് ചെയ്ത എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത്, ചെറിയൊരു ഫാക്ടറിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ അവിടെയുള്ള എല്ലാ മോട്ടറെല്ലാം ലെസ് ദാൻ ഈ പറഞ്ഞ 25 HP ഒക്കെ താഴെയുള്ളതാണ്. അപ്പോൾ അവിടെ ഈ ഒരു പവർ ഫാക്ടർ ഇഷ്യൂ വന്നപ്പോൾ അവർ ചെയ്തത് ഓരോ ഇൻഡിവിജ്വൽ മോട്ടേഴ്സിനും കോമ്പൻസേഷൻ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത്. അതോടെ അവിടുത്തെ പവർ ഫാക്ടർ ഇഷ്യൂ സോൾവ് ആവുകയാണ് ചെയ്തത്. അതാണ് ചെറിയൊരു സ്ഥലങ്ങളിൽ സൂചി കൊടുക്കേണ്ടത് സൂചി, വാള് എടുക്കേണ്ടത് വാൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് അതിൻ്റെ. പിന്നെ ലോഡിന്റെ കൺസിസ്റ്റൻസി, അതായത് ലോഡിന്റെ സ്ഥിരത എത്ര. ഇപ്പോൾ നമുക്ക് ഫുൾ ടൈം ആവശ്യമുണ്ട്, അതായത് അറൗണ്ട് ദ ക്ലോക്ക് എന്ന് പറയുമ്പോൾ 24 hours ഒക്കെ ഇങ്ങനെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റിൽ
ഫിക്സഡ് ആയിട്ടുള്ള, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലാൻ എന്ന് വെച്ചാൽ ആ ലോഡ് അത്രയും തന്നെ എപ്പോഴും ആവശ്യം വരുന്ന ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഫിക്സഡ് കപ്പാസിറ്റർ ആയിരിക്കും നല്ലത്. കാരണം അതിൽ സ്വിച്ചിങ്ങിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഈ ലോഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴാണ് ഈ സ്വിച്ചിങ്ങിന്റെ കൺസെപ്റ്റ് ഇതിലേക്ക് കയറി വരുന്നത്. ഇപ്പൊ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് ഈ കോമ്പൻസേഷൻ ഇൻഡിവിജ്വൽ അല്ലാണ്ട് നമുക്ക് കപ്പാസിറ്റർ ബാങ്ക് കോമ്പൻസേഷൻ ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അതിന്റെ രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ള ആഡ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ അകത്ത് ഈ ഇൻഡക്റ്റീവ് ലോഡ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് പിന്നീട് ഈ കപ്പാസിറ്റർ ബാങ്ക് വെച്ച് നമ്മൾ പെർഫെക്റ്റ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അതിന്റെ കൂടുതൽ ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മൾ അതിന്റെ കിലോ വാട്ടും എത്ര കുറയുന്ന കേസിൽ നമ്മൾ ഓൾറെഡി വേറെ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തു. നമ്മുടെ കിലോ വാട്ട് കപ്പാസിറ്റി കുറയും. കാരണം പവർ ഫാക്ടർ കുറയുമ്പോൾ കിലോ വാട്ട് കപ്പാസിറ്റി കുറയും. എത്ര കിലോ വാട്ട് അതിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നുള്ള കപ്പാസിറ്റി കുറയും. അപ്പോൾ അത് അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ ബില്ലിങ്ങിന്റെ ഇതില് കപ്പാസിറ്റർ യൂസ് ചെയ്ത് നമുക്ക് പവർ ഫാക്ടർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റുന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അത് തുടക്കത്തിൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പിന്നീട് അതിന് ആ റിട്ടേൺ കിട്ടും. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതാണ് ROI, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടും. എന്തായാലും ഒരു 1-2 വർഷത്തിനുള്ളിൽ കിട്ടും. കാരണം നമ്മുടെ പവർ ഫാക്ടർ കൂട്ടി അത് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി അതനുസരിച്ച് നമുക്ക് കൂടുതൽ ലോഡ് അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ നമ്മുടെ ബില്ലിങ്ങിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ബില്ലിങ്ങിന്റെ അകത്ത് പവർ ഫാക്ടർ കുറയുന്നതിന് നമുക്ക് പെനാൽറ്റി ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം കുറയ്ക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. പിന്നെ എത്ര KVRന്റെ കപ്പാസിറ്റർ വേണം എന്നുള്ളത് നമുക്ക് ഡിഫറെന്റ് ടേബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഇൻസ്പെക്ടർ ഡയറിയിൽ ഇതേപോലെ ടേബിൾസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ടേബിൾ 3 എന്ന് പറഞ്ഞൊരു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മോട്ടറിന്റെ പോൾസും നമ്പർ ഓഫ് പോൾസും അതിന്റെ RPM വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് കാണിച്ചേക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡ് കാണിച്ചേക്കുന്ന അതിന്റെ HP ആണ്. 3 HP, 5 HP, 10.5, 10, 15, 20, 25 അങ്ങനെ പോകുന്നു. അതുകൂടാതെ നമ്മുടെ 2 പോൾ 3600 RPM ഓടുന്നത്, 4 പോൾ 1800 RPM ഓടുന്നത്, 6 പോൾ 1200 RPM ഓടുന്ന അതായത് ഡിഫറെന്റ് RPM ഡിഫറെന്റ് നമ്പർ ഓഫ് പോൾസിലും ഓടുമ്പോൾ ഉള്ള കപ്പാസിറ്റർ ഉള്ള എത്ര HP മോട്ടറിന്റെ അതിന് എത്രയുടെ കപ്പാസിറ്റർ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ ഓരോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ 3 HP 3600 2 RPM 3 HP മോട്ടർ 3600 RPM 2 പോളിൽ ഓടുന്ന ഒരു ഇതിന് 1.5 KVRന്റെ ഒരു കപ്പാസിറ്റർ ആണ് വേണ്ടതെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ ഇത് ഓൾറെഡി അവൈലബിൾ ആണ്. ഈട്ടന്റെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ലിങ്ക്ഡിനിലൊക്കെ തപ്പിയാൽ കിട്ടുന്നതാണ്. ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കോ, അതല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാനത് അയച്ചു തരാം. ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞാണ്. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. നമ്മൾ ജസ്റ്റ് പഠിക്കുക എന്നുള്ള കാര്യം ചെയ്താൽ മതി. ഇനി സിമിലർലി നമ്മളിപ്പോ ടോട്ടൽ ഒരു പ്ലാന്റിന് വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, ഇതിപ്പോ ഞാൻ ഇൻഡിവിജ്വൽ മോട്ടറിന്റെ കോമ്പൻസേഷന്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. നമ്മൾ ടോട്ടൽ ഒരു എൻ്റയർ പ്ലാന്റിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ വേറെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻസ്പെക്ടർ ഡയറിയിൽ ഇത് ഉണ്ട് കേട്ടോ. ഇൻസ്പെക്ടർ ഡയറിയിൽ ഒരു ജനറൽ ആയിട്ടൊരു ടേബിളാണ്. വീട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനി അവരുടേതായ എക്സ്പീരിയൻസും അവരുടേതായ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ പിന്നെ നെമ സ്റ്റാൻഡേർഡ്സ് വെച്ചൊക്കെ ഉള്ള ഒരു ടേബിളാണ്. നേരത്തെ പറഞ്ഞ ടേബിൾ 5 ഇതാണ്. നമ്മുടെ ഓരോ കിലോ വാട്ടും അതിന്റെ കൂടെ ഏതൊരു ഫാക്ടറാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് അത് ഞാൻ ഓൾറെഡി വേറെ വീഡിയോസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള പവർ ഫാക്ടർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എത്രയിലേക്ക് കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ അതിൽ എഴുതിയിരിക്കുന്നത്. ഉദാഹരണത്തിന് 0.5 നിന്ന് 1ലേക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലോഡ് എത്രയാണോ, അതായത് മാക്സിമം ഡിമാൻഡ് എത്രയാണോ അതുമായിട്ട് 1.732 മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് പോയി വീണ്ടും ഇത് വലിയ വീഡിയോ ആക്കുന്നില്ല. അത് പഴയ വീഡിയോസ് പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്യാൻ നോക്കി. ഇനി നമ്മുടെ ചോദ്യം, ഇത് ഇപ്പൊ മോട്ടറിലും അല്ലെങ്കിൽ മോട്ടറിന്റെ കേസ് തന്നെ പറയാം. മോട്ടറിലൊക്കെ ആണെങ്കിൽ ഏതൊക്കെ സൈഡിൽ നമുക്ക് എവിടെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. അതായത് കപ്പാസിറ്റർ ഇൻഡിവിജ്വൽ കോമ്പൻസേഷൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അത് എവിടെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നോക്കുമ്പോഴാണ് നമുക്ക് ബേസിക്കലി 3 ലൊക്കേഷൻ ഉണ്ട് കാണാം ഇതിൻ്റെ അകത്ത്. ഇത് മോട്ടറിന്റെ സ്റ്റാർട്ടർ, അതിന് മുന്നേ അതിന്റെ ബ്രേക്കർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓവർലോഡ് റിലേ കഴിഞ്ഞിട്ട് പിന്നെ
മോട്ടറിലേക്ക് പോകുന്നു. അപ്പൊ ഇതിനിടയിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഇടയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഏതാ നമ്മുടെ മോട്ടറിന്റെ ബ്രേക്കറിന് ശേഷം സ്റ്റാർട്ടറിന് മുന്നേ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ മോട്ടർ സ്റ്റാർട്ടർ കഴിഞ്ഞിട്ട് ഓവർലോഡ് റിലേ കേമേനും ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓവർലോഡ് റിലേ കഴിഞ്ഞതിന് ശേഷം മോട്ടർ കയറണമേ ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ 3 സ്പേസുകളിലാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക്. ഈ ലൊക്കേഷൻ സി മോസ്റ്റ്ലി നമുക്ക് കൊടുക്കുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ മോട്ടർ ഫോർവേഡ് റിവേഴ്സ് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പല സ്പീഡിലൊക്കെ ഓടുന്ന സെറ്റപ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ സി പ്രിഫറബിൾ ആണ്. പിന്നെ മോട്ടർ ഇടയ്ക്കിടയ്ക്ക് ഓൺ ഓഫ് ആക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ആ ഒരു ഏരിയ ആണ് പ്രിഫറബിൾ. അല്ലെങ്കിൽ മോട്ടർ ഭയങ്കര ഹൈ ഇനേഴ്ഷ്യ സ്റ്റാർട്ടിങ് ഭയങ്കര ലോഡ് എടുക്കുന്ന രീതിയിൽ ഹൈ ഇനേഴ്ഷ്യ ടൈപ്പ് അതൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. പിന്നെ അല്ലാത്ത ഓപ്ഷൻസ് ഒക്കെ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർലോഡിന്റെ ഒക്കെ ഒരു കറണ്ടൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ കപ്പാസിറ്റർ കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ് അത് ഒരു വലിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് ആ ഡിഫറെന്റ് പൊസിഷൻസ് കൊടുത്തേക്കുന്നത്. ഐഡിയൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പറഞ്ഞ എ എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷനാണ്. അതാകുമ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ഇതിലേക്ക് അങ്ങ് കിട്ടുന്നു. യൂഷ്വലി അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സി എന്ന് പറഞ്ഞ പൊസിഷനിലും ചെയ്യാം. ഞാൻ ചെറിയ ചെറിയ മോട്ടറിന്റെ ഇൻഡിവിജ്വൽ കോമ്പൻസേഷനിൽ ഈ സി എന്ന് പറഞ്ഞ പൊസിഷനിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുതിയതായിട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അവിടെ അങ്ങ് ചെയ്താൽ മതി. ആ ഒരു ലൊക്കേഷൻ എയിൽ അങ്ങ് ചെയ്താൽ മതി. ന്യൂ മോട്ടർ ഇൻസ്റ്റലേഷൻ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഓവർലോഡ് ചേഞ്ചിന്റെ ആവശ്യമില്ല. അതായത് ഓവർലോഡിന്റെ ഒരു വാല്യൂ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ എക്സിസ്റ്റിംഗ് മോട്ടറിൽ ആ സ്ഥലത്ത് തന്നെ ചെയ്യാവുന്നതാണ്. ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഓവർലോഡിന്റെ ഇഷ്യൂസ്, അതായത് ഓവർലോഡിന്റെ ആ ഒരു സെറ്റിംഗ് ഒക്കെ നമുക്ക് മാറ്റേണ്ടി വരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ആ ഒരു പൊസിഷൻ കൊടുക്കുന്നത്. ഈ തൽക്കാലം ആ ഒരു 3 പൊസിഷൻസിനെ പറ്റി മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ഈ ഇൻസ്പെക്ടർ ഡയറിയിൽ ടേബിൾസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻഡസ്ട്രി ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടേബിൾസ് എല്ലാം നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നെമ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഡിസൈൻ സി, ഡിസൈൻ ഡി, വൗണ്ട് റോട്ടർ മോട്ടോഴ്സ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡിസൈൻ സി ഡി എന്നൊക്കെ പറഞ്ഞ അതിന്റെ ഞാനതിന്റെ ഡീറ്റെയിൽസിലേക്ക് വേറൊരു വീഡിയോ, വേറൊരു കൺസെപ്റ്റ് മീൻസ് ഒരു ഡോക്യുമെന്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ജനറൽ ആയിട്ട് അവയർനെസ് മനസ്സിലാക്കുവാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് കറണ്ട് ഇപ്പൊ സിയിലൊക്കെ സ്റ്റാർട്ടിങ് കറണ്ട് നോർമൽ ഒക്കെ ആയിരിക്കും, ഡിയിൽ കുറച്ച് ലോ കറണ്ട് ഒക്കെ ആയിരിക്കും, പിന്നെ ഹൈ സ്റ്റാർട്ടിങ് ടോർക്ക് ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ള മോട്ടറുകൾ ഉണ്ടാവും. അപ്പൊ അത് ഓരോ പർപ്പസിനായിരിക്കും. നമ്മുടെ ഇൻഡസ്ട്രിയുടെ ആവശ്യം എന്താണ്, ചിലപ്പോൾ ചില ഇൻഡസ്ട്രികളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ അടുത്ത് സ്പൈസസ് ഇത് പൊടിക്കുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന പല പല പ്രോസസ്സുകളിൽ പല പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മോട്ടർ ആയിരിക്കും. അപ്പോൾ അതും കൂടി നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം അവിടുത്തെ കപ്പാസിറ്ററിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അത് ഇൻഡിവിജ്വൽ കോമ്പൻസേഷൻ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ആയിക്കോട്ടെ. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. നമുക്ക് ഇപ്പോൾ ഇൻസ്പെക്ടർ ഡയറി പോലത്തെ ഒരു സംഭവങ്ങൾ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. നമുക്കൊരു ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻ ആണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു ഒരു ഇതിലേക്ക് ഡിസൈനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അകത്തുള്ള പല പല ഫാക്ടേഴ്സ് നമ്മൾ നോക്കി ഡിസൈൻ ചെയ്താൽ നമുക്ക് ബെറ്റർ ഔട്ട്കം കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടേബിൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഇതിന്റെ ഫ്രീക്വൻസി ഒക്കെ മാറുന്ന അനുസരിച്ച് ഇതിന്റെ റേറ്റിംഗ് മാറുന്ന കേസൊക്കെ ഞാൻ ഓൾറെഡി വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കി വേണം ചെയ്യാൻ വേണ്ടി.